ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭവാനി ആ ഒരു കൊട്ടേഷൻ ഗുണ്ടയെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് ഈ ഭൂമിയുടെ അച്ഛൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ച് വരച്ച് നിൽക്കണം. ഇവൻ ആ ഗുണ്ടയല്ലേ, കൊട്ടേഷൻ ടീമല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. ഈ ഭവാനിയും ഇവരും തമ്മിൽ എന്താണ് ബന്ധം എന്നറിയാൻ വേണ്ടി തന്നെ, എന്താണ് ഇവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെ ഇയാൾ ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഭവാനി കഥകളെല്ലാം പറയാനായിട്ട് തുടങ്ങി. ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചു വരുത്തിയത്, അതായത് 23 വർഷം മുമ്പ് ഞാൻ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അവളായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ദുരന്തം. കാരണം എൻ്റെ ഭർത്താവിനെ കൊന്നവരോട് എനിക്ക് പ്രതികാരം വീട്ടണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അവളെ കൊല്ലാനായിട്ട് ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. പക്ഷേ അവൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയണം. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ആദ്യം പോയത് എൻ്റെ കണ്ണൂരിലുള്ള ഒരു വാടക വീട്ടിലേക്കാണ് എന്ന് പറയാം. അപ്പോൾ ഈ കുട്ടി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് മേഡം ആ കുഞ്ഞിനെയും കൊണ്ട് വാടക വീട്ടിലേക്ക് പോയത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആർക്കും ഒരു സംശയം വരാനായിട്ട് പാടില്ലല്ലോ. ഞാൻ ആ കുഞ്ഞിനെ ആദ്യം കിഡ്നാപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം വാടക വീട്ടിലേക്ക് പോയി. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയണം. ആ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഈ ഭവാനിട്ട് ഭയങ്കരമായിട്ടും കഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ കഷ്ടപ്പെടുത്തി നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ കഴിക്കും, നീ എന്തിനെങ്ങനെ കിടന്ന് കാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം പിന്നീട് പറയുന്നത് ഭൂമിയുടെ അച്ഛനെക്കുറിച്ചാണ്. ഇനി അവനെക്കുറിച്ച് ഞാൻ പറയാം. അവൻ ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവറായിരുന്നു. ആദ്യം ടാക്സി ഓടിച്ചു നടന്നു. അതിനുശേഷം അവൻ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നു. അങ്ങനെ കമ്പനി ഡ്രൈവറായിട്ട് മാറി. അങ്ങനെ കമ്പനിയെല്ലാം പൊട്ടിയതിന് ശേഷം അവനൊരു ജോലി ഇല്ലാതായി. അന്ന് രാത്രി അവൻ എൻ്റെ വീട് തേടി വന്നു. അങ്ങനെ കണ്ണൂരിലുള്ള എൻ്റെ വീട് തേടി വന്നു. ഞാൻ അവനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവനന്ന് എന്നോട് പറഞ്ഞത്, മേഡം ഞങ്ങൾക്കിപ്പോൾ വേറൊരു നിവൃത്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഐഡിയ തോന്നിയത്, ഇവൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഇതായിട്ട് കുഞ്ഞിനെ കൊണ്ട് കൊന്നോളും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനു വേണ്ടി തന്നെ അവനെ ഞാൻ വീണ്ടും കാണാനായിട്ട് ഇടയായി. അതിനുശേഷം അവനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷവും അവൻ ഇതിനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കിതിനെ കൊണ്ട് പറ്റില്ല, ഞാൻ അങ്ങനെ ഒരു കൃത്യം ചെയ്യില്ല എന്നാണ് അവൻ എന്നോട് ഉറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം. പക്ഷേ അപ്പോഴൊന്നും ഞാൻ അവനെ വിടാനായിട്ട് തയ്യാറായില്ല. അങ്ങനെ ഞാനൊരു പുതിയ കാറ് മേടിച്ച് കൊടുക്കാമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പം അവൻ പകുതി മനസ്സോടുകൂടി തന്നെ ആ ഒരു കൃത്യത്തിന് അവൻ തയ്യാറായി. അതിനുശേഷം അവൻ എന്നെ വീണ്ടും കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ, ഇതെല്ലാം കൃത്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 15 ലക്ഷം രൂപ കയറും. അതുപോലെ നിനക്കും നിൻ്റെ കുടുംബത്തിനും സുഖമായിട്ട് ജീവിക്കാനായിട്ട്. മേഡം ആദ്യം ആ കുഞ്ഞെവിടെ മേഡം എന്ന് ചോദിക്കുകയാണ്. ആ കുഞ്ഞിനെ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് വരികയാണ്. അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്, ഭയങ്കര ഒരു ഇഷ്ടം തോന്നുകയാണ് ആ കുഞ്ഞിനോട്. അങ്ങനെ കുഞ്ഞിനെ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ഓർമ്മയുണ്ടല്ലോ, ഇവളെ കൊണ്ട് കൊല്ലണം, ഏതെങ്കിലും മലയുടെ മോളിൽ പോയി നിന്ന് ആ കുഞ്ഞിനെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞാൽ മതി, അതോടെ തീർന്നോളും. പിന്നെ കൊന്നെന്നുള്ള തെളിവ് എൻ്റെ മുന്നിൽ എത്തണം, അതെത്താതെ ഒരു രക്ഷയില്ല എന്ന് പറയാണ്. തീർച്ചയായിട്ടും മേഡം, ഞാൻ എന്താണെന്ന് വെച്ച് ചെയ്തോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. പക്ഷേ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഇവന് ഒരു മനസ്സുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. അങ്ങനെ പക്ഷേ കുഞ്ഞിനെ കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ഈ ഭദ്രൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഈ ഭവാനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നി. ഇയാളെന്തിനാണ് ഈ കുഞ്ഞിന് ഇത്രേ താലോലിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അങ്ങനെ അവിടെ ആ കഥ മുഴുവനും പറയുക. അപ്പോൾ ഈ കൊട്ടേഷൻ കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പം എന്താ മേഡത്തിന് ഇങ്ങനെ പറയാനുള്ള കാരണം? ആ കുഞ്ഞ് മരിച്ചെന്നുള്ള തെളിവുണ്ടോ, മരിച്ചെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉറപ്പാണ്, അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാണ്. എന്ത് തെളിവാണ് മേഡത്തിൻ്റെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ തെളിവാണെന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ വണ്ടി പോവുകയും ആ കുഞ്ഞിനെ വണ്ടിയിടിച്ച് തെറിപ്പിക്കുകയും ലാസ്റ്റ് തലേന്ന് രക്തം വാർന്ന് ആ കാട്ടിൽ കിടക്കുന്ന രംഗങ്ങളാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഭവാനി ഈ കൊട്ടേഷൻ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതപ്പോൾ മരിച്ചെന്ന് ഉറപ്പാണല്ലേ? ഉറപ്പാണ്. പക്ഷേ ഈ ഇടക്ക് ഞാൻ അയാളെ കണ്ടായിരുന്നു. പക്ഷേ അയാൾ എനിക്ക് മുഖം തരാതെ പോവുകയും ചെയ്തു. ഒരു പക്ഷേ ഇവളുടെ വീടിൻ്റെ ഡീറ്റെയിൽസും ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് അവൻ. പക്ഷേ ഇപ്പോഴേ ആ വീട്ടിൽ തന്നെയാണ് അവനെ ഞാൻ കണ്ടത്. ഇനി എന്തെങ്കിലും മുഖേനയായിട്ട് ഇനിയിപ്പോൾ അവളുടെ കുടുംബം അതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചെന്ന് ഇവരോട് സത്യങ്ങളെല്ലാം പറയുമോ ഇല്ലേന്ന് ആർക്കറിയാം.
ഉറപ്പായിട്ട് അവൻ പറയും. കാരണം എന്നെ കൊടുക്കാനായിട്ട് അവൻ പല വഴികളും തേടിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവൻ ഉണ്ടെങ്കിൽ അവനെ അവസാനിപ്പിക്കണം എന്നിങ്ങനെ ഈ ഭവാനി ഇവൾക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ്. ശരി മേഡം, ഞാൻ ഏതായാലും അന്വേഷിച്ച് കണ്ടെത്താം. അയാൾ എവിടെയുണ്ടെന്ന്, അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ഞാൻ കണ്ടെത്താം. അതിനുശേഷം നമുക്ക് ഇനി എന്തെങ്കിലും പറയാനായിട്ട് പറ്റുള്ളൂ. ശരി, താൻ ഏതായാലും കണ്ടെത്ത്. ഇനി അവൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ പറഞ്ഞപ്പോഴേക്കും ഈ ഗുണ്ട അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. കാരണം തൻ്റെ മകൾക്ക് ഒരു ആപത്തും വരാനായിട്ട് പാടില്ല. ഭൂമിയെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഭൂമിക്ക് അങ്ങനെ ഒരു ആപത്ത് സംഭവിക്കാനായിട്ട് ഇയാൾ സമ്മതിക്കത്തുമില്ല. അപ്പം അങ്ങനെ നിൽക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ മുന്നിലേക്ക് ഈ മാധവൻ്റെ ഭാര്യയും എന്തൊക്കെയോ കളിയിൽ സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരിക. പെട്ടെന്ന് അമ്മയെ കാണുന്നത്. അമ്മയെ കണ്ടപ്പോഴേക്കും അയ്യോ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? അതെ, ഞങ്ങൾ ചുമ്മാ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് മാധവ നിനക്ക് ഇപ്പം ഇച്ചിരി തമാശയൊക്കെ കൂടുന്നുണ്ട്, ബിസിനസ് കാര്യങ്ങളൊന്നും കൂടുതൽ ചിന്തിക്കാതെ ആയി അല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കോ അമ്മേ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതെ, നീ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അജയോടെന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, അത് പിന്നെ ഭവാനി പറയുന്നല്ലേ നല്ലത്. എന്താ ഭവാനി ഇവിടുത്തെ വേലക്കാരത്തിയോ എന്ന് ചോദിച്ചപ്പോൾ നിനക്കെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ശരി അമ്മേ, ഞാൻ പറഞ്ഞേക്കാം അമ്മേ എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ മാധവനാണെങ്കിൽ അമ്മേ ഞാൻ അമ്മയോടൊരു കാര്യം പറയട്ടെ അമ്മേ, ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അജയുടെ ആ പോലീസ് ജോലി ഒന്ന് മാറ്റാനായിട്ട് പറഞ്ഞാലോ, അവനോടത് ഉപേക്ഷിക്കാനായിട്ട് പറയാം. എന്നിട്ട് നമ്മുടെ കമ്പനിയിൽ അവനൊരു മാനേജർ പോസ്റ്റിൽ അങ്ങനെ ഇരിക്കട്ടെ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് ശരി, എല്ലാം അവൻ്റെ തലയിൽ ഏൽപ്പിച്ചിട്ട് നിനക്കിവിടെ കുറ്റിയടിക്കണം അല്ലേ? അതിനു വേണ്ടിയാണല്ലേ? അപ്പോഴേക്കും നമ്മുടെ മാധവൻ്റെ ഭാര്യയാണെങ്കിൽ നാണമുണ്ടോ, നാണക്കേടായി പോയി, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ട്? നടന്നില്ലടി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഏറ്റില്ല അമ്മയുടെ മുന്നിൽ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു നമ്മുടെ അമ്മാവൻ. അപ്പം അമ്മാവൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ശോകമായിട്ട് വരുന്നത്. അപ്പം മാധവൻ പറയാണ് അളിയൻ എപ്പോഴും മാനസമൈനെ പാടിക്കൊണ്ടാണല്ലോ വരുന്നത്. മാനസമൈനെ എന്ന രീതിയിൽ തന്നെ സിനിമാ സ്റ്റൈല്. എന്താ, ഞാൻ അങ്ങനെ മാനസമൈനെ അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അളിയാ? നിങ്ങൾ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്നത്? അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളു. അപ്പോൾ ചോദിക്കണം, എടാ മോനെ എന്താ കാര്യങ്ങളെല്ലാം നീ സംസാരിച്ചായിരുന്നു? ഞാൻ സംസാരിച്ചായിരുന്നു അജയനോട്. എന്നിട്ട് അജയ് എന്ത് പറഞ്ഞു? അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഭവാനി. അജയ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവന് കുറച്ചും കൂടി സാവകാശം കൊടുക്കണം. അങ്ങനെ അവൻ നല്ല മനസ്സോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് കാലതാമസം കൊടുക്കണം. അവൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് താമസമുണ്ട്. ഇത് കേട്ട ഭവാനി കരുതുള്ളി വരികയാണ്. ഇനി എന്തു മനസ്സ് മാറ്റിയെടുക്കണമെന്നാ? എൻ്റെ മകളെ വെച്ച് ഇനി പരീക്ഷ നടത്താൻ വേണ്ടിയാണോ? എൻ്റെ മകളെ വേണ്ടെന്നായിരിക്കും. എൻ്റെ മകളിവിടെ കാത്തുകെട്ടി നിൽക്കണമായിരിക്കും. ഇനി എന്ത് മനസ്സ് മാറ്റിയെടുക്കണമെന്നൊക്കെ പറയുന്നത്. ഇത് കേട്ട അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. ഭവാനി ഒന്ന് നിർത്തിവിടെ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ. അതെ, നീ ഒരുപാട് കിടന്ന് തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് ഇവനെ വേദനിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയാം. അമ്മേ, അത് പിന്നെ എൻ്റെ മനസ്സിലെ വേദന കൊണ്ട് മതി. ഇനി മനസ്സിൻ്റെ വേദനയ്ക്ക് എല്ലാവർക്കും ഉണ്ട്, നിനക്ക് മാത്രമല്ല ഉള്ളത്. നീ അഞ്ജലിയോട് വരാൻ പറഞ്ഞായിരുന്നോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അഞ്ജലിയോട് വരാൻ പറഞ്ഞു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? ഉടനെ തന്നെ വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ കാര്യം എന്താണെന്നൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല അമ്മേ. ശരി, അവൾ വരട്ടെ, അവൾ വന്നിട്ടല്ലേ, അവൾ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാം, മനസ്സിലായല്ലോ എന്നിങ്ങനെ കയർത്ത് തന്നെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ അഞ്ജലിയാണ്. അപ്പം അഞ്ജലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഭയങ്കര സ്റ്റൈലാണ്. കാരണം ഈ ഭവാനിയുടെ മകളാണല്ലോ. ഭവാനിയുടെ മകള് ഭവാനിനെക്കാളും വില്ലത്തി തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അഞ്ജലി കാളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയം തന്നെ അമ്മയും രണ്ട് മക്കളും മരുമോനും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തായി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ മാധവ, നിൻ്റെ ബിസിനസ് കാര്യമൊക്കെ എങ്ങനെ പോകുന്നു? അമ്മേ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അമ്മേ, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇവിടെ നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി നടന്നു കഴിഞ്ഞാലേ ബിസിനസ് പൊളിഞ്ഞ് പാളീസായി പോവും. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ ബിസിനസ് എങ്ങനെയുണ്ടടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അജയുടെ അമ്മാവൻ പറയാണ്, അമ്മേ എനിക്ക് അങ്ങോട്ട് പോകാൻ പോലും തോന്നുന്നില്ല. കാരണം എൻ്റെ ഭാര്യ ഉണ്ടായിരുന്ന സമയത്ത്
ഭാര്യയും എൻ്റെ മോളും കൂടി അവിടെ വരികയും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എനിക്കൊരു ടെൻഷനും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ഭാര്യയുടെയും മകളുടെയും ചിന്ത മാത്രമാണ് എൻ്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 22 വർഷമായി അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ട്. നമ്മൾ എവിടെയാണ്, എന്താണ്, കുഞ്ഞെവിടെയാണ് എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അമ്മേ. ആ ഒരു മനോവിഷമത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതൊക്കെ നടന്ന സംഭവങ്ങൾ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വേദനിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോടാ. ഇപ്പോൾ നമ്മളിനി അജയുടെ കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഈ ബിസിനസ് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാ തെളിവുകളും നമ്മുടെ മുന്നിലേക്ക് വരും എന്നിങ്ങനെ പറയുക. അപ്പോൾ ദാ വരുന്നു നമ്മുടെ അഞ്ജലി വണ്ടി നിങ്ങളുടെ ഇറങ്ങുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.